ഹായ് ഓൾ, നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ട്, സ്ലൈഡ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്. ഒന്ന് പറയുമോ? ഓക്കെ ആണോടെ? ഓക്കെ ആണോ? എല്ലാം സെറ്റാണോ? പറഞ്ഞേ, എല്ലാം ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞേ. ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടൈപ്പ് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടൈപ്പ് 3ക്കകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4ൻ്റെയും 9ൻ്റെയും എന്താണ് ബേസ് വരുന്ന യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു 4ൻ്റെ പവറായിട്ട് ഓട് വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കുമെന്നും, ദെൻ 4ൻ്റെ പവറായിട്ട് ഈവൻ വന്നു കഴിഞ്ഞാൽ എന്താണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുകൂടാതെ 9ന് ഓഡ് പവറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 9 തന്നെ ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു. 9ന് ഈവൻ പവറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നത്? ഈ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നും എങ്ങനെ ഇത് കാണാതെ പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തു, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തു അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ദെൻ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഞാൻ തന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നത് അല്ലേ? ഇതെല്ലാവരും ചെയ്തായിരുന്നോ? എല്ലാവരും ചെയ്തായിരുന്നോ? പറഞ്ഞേ, എല്ലാവരും ചെയ്തായിരുന്നോടെ? ചെയ്തായിരുന്നോ? ഓക്കെ, ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ? അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പർട്ടിക്കുലർ സീരീസിൻ്റെ അഡിഷൻ നമ്മൾ ചെയ്തു അല്ലേ? എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് എന്താണ് ഞാൻ തന്നത്? ഹോംവർക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ആൻസർ കിട്ടി. ചെയ്തവരൊക്കെ എന്ത് ചെയ്യുക? അവിടെ ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇത് 4⁻1 ഇൻറ്റു 4³ ഇൻറ്റു 4⁵ ഇൻറ്റു എക്സെട്ര എക്സെട്ര ഇൻറ്റു 4⁻99 എന്ന് നമുക്ക് ഒരു പാർട്ടിനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 50 നമ്പേഴ്സ് ഉണ്ട്. കാര്യം 1 മുതൽ 100 വരെയാണ്. അപ്പോൾ അതിൽ 4⁻99 വരെ 50 നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതേ കൂട്ട് എന്താണ് നമ്മൾ എഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് പാർട്ട് എന്താണ്? 9 ആണല്ലേ? 9² ഇൻറ്റു 9⁴ ഇൻറ്റു എക്സെട്ര എക്സെട്ര ഇൻറ്റു 9⁻100 അല്ലേ? ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നോക്കിക്കേ, ഈ 4⁻1 ഇൻറ്റു 4⁻3 ഇൻറ്റു 4⁻5 ഇൻറ്റു 4⁻9 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? 4-നെല്ലാം വന്നേക്കുന്നത് എന്താണ്? ഓഡ് പവേഴ്സാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഓഡ് പവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തതും 4 കിട്ടും, ഇവിടുത്തതും 4 കിട്ടും, ഇവിടുത്തതും 4 കിട്ടും, അങ്ങനെ എക്സെട്ര എക്സെട്ര 4 ഇവിടെയും കിട്ടും അല്ലേ? അങ്ങനെ എത്ര 4കളുണ്ട്? 50 4 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4⁻50 എന്ന് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. എഴുതിക്കൂടെ? കാര്യം എല്ലായിടത്തും 4 ഉണ്ട് അല്ലേ? അങ്ങനെ എത്ര 4കൾ വരും? 50 പ്രാവശ്യം 4 മൾട്ടിപ്ലൈ ചെയ്യപ്പെടും അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? 50 പ്രാവശ്യം 4 മൾട്ടിപ്ലൈ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 4⁻50 എന്നാണ് അല്ലേ? ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 9 എത്രയുണ്ട്? 9 എന്താണ്? എല്ലാം ഈവൻ ഡിജിറ്റ് ആണ് അല്ലേ? അപ്പം 9ൻ്റെ ഈവൻ ഡിജിറ്റ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ഇവിടെയും നമുക്ക് 9 കിട്ടും. സോറി, 9ൻ്റെ ഈവൻ ഡിജിറ്റ് ആകുമ്പോൾ 1 അല്ലേ? ഇവിടെയും 1 കിട്ടും, ഇവിടെയും 1 കിട്ടും, എക്സെട്ര എക്സെട്ര 1. അങ്ങനെ എത്ര 1 ഉണ്ട്? 1⁻100. അപ്പോൾ 1⁻anything എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4⁻50 ഇൻറ്റു 1⁻50 എന്ന് കിട്ടും. 4⁻50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് നോക്കുമ്പോൾ 4ൻ്റെ എന്താണ്? 50 എന്ന് പറയുന്നത് ഈവൻ ആണ് അല്ലേ? അപ്പോൾ 4ൻ്റെ പവർ ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. 1ന് എന്ത് തന്നെ വന്നാലും നമുക്ക് പ്രശ്നമില്ല. 6 ഇൻറ്റു 1 എത്രയാണ്? 6 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ സി. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ ഇതിൻ്റെ അഡിഷൻ ആയിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോടെ? ഓക്കെ ആണോ? പറഞ്ഞേ, പക്ക ഓക്കെ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് തംസപ്പ് അടിക്കുക. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് തംസപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം വേഗം ചെയ്തേ. യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 259⁻53⁵5 എന്നാണ് നമ്മുടെ ചോദ്യം. ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ.
259 ഇൻറ്റു 53 റേസ് ടു 5 ആണ് നമ്മുടെ ചോദ്യമെന്ന് പറയുന്നത്. ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ, വേഗം ചെയ്തേ. യെസ്, എങ്ങനെ ചെയ്യും നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ആണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 9 റേസ് ടു 53 ദ ഹോൾ റേസ് ടു 5 എന്നാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഈ 9ൻ്റെ പവറായിട്ട് വന്നേക്കുന്നത് എന്താണ്? 9ൻ്റെ പവറായിട്ട് വന്നേക്കുന്നത് എന്താണ്? ഒരു എന്ത് നമ്പറാണ്? ഒരു ഓഡ് നമ്പറാണ്, അല്ലെങ്കിൽ ഒറ്റയക്കമാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് എന്തായിട്ട് മാറും? ഈ ഒരു പാർട്ട് എന്തായിട്ട് മാറും? 9 റേസ് ടു 53 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 9 ആയിട്ട് മാറും അല്ലേ. 9 ആയിട്ട് മാറത്തില്ലേ? ഇനി എഗെയിൻ എന്ത് വരും? 9 റേസ് ടു 5 വരും പിന്നെ അല്ലേ. ഈ 5 എന്ത് തന്നെയാണ്? ഓഡ് തന്നെയാണ് അല്ലേ. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. കാര്യം ഓടാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 9 തന്നെയാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ അല്ലേ? പക്ക ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലിയർ അല്ലേ? സിമ്പിളാണ്. നമുക്കിത് ഈ ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. ഇത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അല്ലേ. അതായത് ഇതിനെ നമുക്ക് 9 റേസ് ടു 53 ദ ഹോൾ റേസ് ടു 5 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ 9 റേസ് ടു 53യുടെ യൂണിറ്റ് ഡിജിറ്റ് ഡെഫിനറ്റ്ലി എന്തായിരിക്കും? 9 തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ നമ്മൾ 5 വെച്ച് എഴുതുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം നമുക്ക് എന്ത് കിട്ടും? ഓഡ് 9ൻ്റെ പവറായിട്ട് ഓഡ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂണിറ്റ് ഡിജിറ്റ് എത്ര തന്നെ ആയിരിക്കും? ഓഡ് തന്നെ ആയിരിക്കും. 9 തന്നെ ആയിരിക്കും. സോ നമുക്ക് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? സെറ്റാണോ? പക്ക ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ 3 വേഗം ചെയ്തേ. 64 റേസ് ടു 64 റേസ് ടു 64 റേസ് ടു 64 റേസ് ടു 32 റേസ് ടു 32. വേഗം ചെയ്തേ. വേഗം ചെയ്തേ. 64 റേസ് ടു 64 റേസ് ടു 64. എത്ര കിട്ടും? ഇത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ 64 എടുക്കാം അല്ലേ. ഇതിൻ്റെ പവറായിട്ട് 32 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈവൻ ആണല്ലേ. ഈവൻ ആകുമ്പോൾ 6 കിട്ടും അല്ലേ. ഇവിടെ എടുത്താൽ ഈവൻ ആണ്, അപ്പോൾ 6 കിട്ടും അല്ലേ. തന്നെ എല്ലായിടത്തും എന്ത് തന്നെയാണ്? ഈ പറയുന്ന 4ൻ്റെ സംഗതി തന്നെയാണ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് നിസ്സംശയം നമുക്ക് എഴുതാം എന്താണ്? 6 എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞേ. സിമ്പിളാണല്ലേ? ഈ ടൈപ്പ് പ്രോബ്ലം വളരെ എളുപ്പമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാര്യം 64ൻ്റെ പവറായിട്ട് എന്താ വന്നേക്കുന്നത്? ഒരു ഈവൻ നമ്പറാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈവൻ നമ്പർ വന്നേക്കൊണ്ട് ബാക്കിയൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്? അവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഈ പറയുന്ന 6 തന്നെ കിട്ടും. കാര്യം 4ൻ്റെ പവർ ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ 4 വേഗം ചെയ്തേ. 259 റേസ് ടു 64 റേസ് ടു 53. വേഗം ചെയ്തേ. 259 റേസ് ടു 64 റേസ് ടു 53 എത്ര കിട്ടും എന്ന് പറയാം.
വേഗം ചെയ്തേ, പടപടാ ചെയ്യുക, വേഗം ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എന്ത് ചെയ്താൽ മതി? നോക്കിക്കേ, 9ൻ്റെ പവർ എത്രയാണ്? 64 ആണ് അല്ലേ? അപ്പം 9ൻ്റെ കേൾക്കുന്നുണ്ടോ? 1 സെക്കൻഡ്, ഞാൻ മൈക്കൊന്ന്. ഓക്കെ, അപ്പം 9ൻ്റെ പവർ എന്താണ്? 9ൻ്റെ പവർ എന്ന് പറയുന്നത് ഓഡാണ് അല്ലേ? സോറി, ഈവൻ ആണ്. ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് വരും യൂണിറ്റ് ഡിജിറ്റിൽ ഉറപ്പായിട്ടും 1 ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ 4 ആകുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4 ആണല്ലേ? അപ്പോൾ 4ൻ്റെ പവറായിട്ട് വന്നേക്കുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 4 കിട്ടും. 4 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാണ്? ഈവൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈവൻ തന്നെ പോകുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പക്ക ഓക്കെ, പക്ക സെറ്റ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ 5. യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? വേഗം ചെയ്തേ. 54 റേസ് ടു 53 റേസ് ടു 52 റേസ് ടു 51 റേസ് ടു 50 റേസ് ടു 49. ഓക്കെ, ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു ടെക്നിക്ക് കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, എളുപ്പം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ഇങ്ങനെ നമ്മൾ ഓരോ നോക്കിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നോക്കിക്കേ, നമ്മൾ 1 എന്നൊരു നമ്പർ എടുക്കുവാണ് അല്ലേ? 1 റേസ് ടു 1 എത്രയാണ്? 1 ആണ് അല്ലേ? 1 റേസ് ടു 2 എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ നമുക്കിത് മനസ്സിലായ കാര്യം എന്താ? ഓഡ് നമ്പറിൻ്റെ പവറായിട്ട് നമുക്ക് ഓഡ് നമ്പറിൻ്റെ പവറായിട്ട് ഓഡ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉത്തരം എന്തായിരിക്കും? ഓഡായിരിക്കും അല്ലേ? ഇനി ഓഡ് നമ്പറിൻ്റെ പവറായിട്ട് ഈവൻ നമ്പർ വരുവാണെങ്കിലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഓഡ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടത്തുള്ളൂ അല്ലേ? ഓഡ് മാത്രമല്ലേ കിട്ടത്തുള്ളൂ? ആണോ? ഓഡ് മാത്രമല്ലേ കിട്ടത്തുള്ളൂ? ഓക്കെ, ഇനി നോക്കിക്കേ. ഇനി ഈവൻ നമ്പർ 2 എടുക്കുന്നു. 2ൻ്റെ പവറായിട്ട് 1 വന്നാൽ 2 കിട്ടും. 2ൻ്റെ പവറായിട്ട് 2 വന്നാൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ പവറായിട്ട് ഓഡ് നമ്പർ വന്നാലും ശരി, ഈവൻ നമ്പർ വന്നാലും ശരി, ഉത്തരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും അല്ലേ? ഈവൻ അല്ലേ വരത്തുള്ളൂ അല്ലേ? ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈവൻ നമ്പറാണ് അല്ലേ? അപ്പോൾ ഈവൻ നമ്പറിൻ്റെ പവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തേ വരത്തുള്ളൂ? ഈവൻ നമ്പറേ ഇവിടെ വരത്തുള്ളൂ. ഇനി ഓഡ് നമ്പറിൻ്റെ പവറായിട്ട് എന്ത് വന്നാലും എന്തായിരിക്കും? ഓഡായിരിക്കും അല്ലേ? ഇനി ഈവൻ നമ്പറിൻ്റെ പവറായിട്ട് എന്ത് വന്നാലും എന്ത് തന്നെ ആയിരിക്കും? ഈവൻ തന്നെ ആയിരിക്കും അല്ലേ? ഇനി ഓഡ് നമ്പറിൻ്റെ പവറായിട്ട് എന്ത് വന്നാലും എന്ത് തന്നെ ആയിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ 54ൻ്റെ പവറായിട്ട് വരുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ 4ൻ്റെ ഓഡ് പവർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 4ൻ്റെ ഓഡ് പവർ നമുക്ക് എത്ര കിട്ടും? 4 റേസ് ടു 1 4 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇത്ര ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. ഒരു ഓഡ് നമ്പറിൻ്റെ പവറായിട്ട് ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ എത്രയേ വരത്തുള്ളൂ? അതിന് ഈവൻ പവർ ആയാലും ഓഡ് പവർ ആയാലും. ഇപ്പോൾ നോക്കിക്കേ, 3 റേസ് ടു 1 3 ആണ്. 3 സ്ക്വയർ എത്രയാണ്? 9 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഓഡ് നമ്പറിൻ്റെ പവറായിട്ട് ഓഡ് നമ്പറോ ഈവൻ നമ്പറോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓഡായിരിക്കും എന്ന് മനസ്സിലായി. ഇനി ഈവൻ നമ്പർ ആണെങ്കിലോ?
ഈവൻ നമ്പറിൻ്റെ പവറായിട്ട് ഓഡ് നമ്പർ വന്നാലും ഈവൻ നമ്പറിൻ്റെ പവറായിട്ട് എന്താണ് ഒരു ഈവൻ നമ്പർ വന്നാലും നമുക്ക് എന്താ കിട്ടത്തുള്ളൂ? ഈവൻ നമ്പർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത കൂട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ നോക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, ഇച്ചിരി രണ്ട് പവറൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ 2 പവർ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നമ്മുടെ ബേസിക് നോളജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇതുപോലെ ലെങ്തി ആയിട്ട് പോകുമ്പോഴത്തേനും എന്ത് ചെയ്യുക, ഈ ഒരു കോൺസെപ്റ്റ് നമ്മളവിടെ അപ്ലൈ ചെയ്യുക. കത്തിയോ സംഭവം? സംഭവം കത്തിയോടെ? കത്തിയാ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ ഓക്കെ ഇത്രയേ ഉള്ളൂ ടൈപ്പ് 3 എന്നുള്ളത്. ടൈപ്പ് 3 ക്ലിയർ ആയോടെ? മനസ്സിലായോ? ടൈപ്പ് 3 ക്ലിയർ ആയോ? പക്കാ ഓക്കെ? നോക്കി, ഇനി ഇതേ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഓഡ് നമ്പറിൻ്റെ പവറായിട്ട് ഓഡ് വന്നു അല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ എത്ര ആയിരിക്കും? ഓഡായിരിക്കും വരുന്നത്. അപ്പം 9ൻ്റെ ഓഡ് എത്രയാണ്? 9ൻ്റെ ഓഡ് 9 ആണ്. നമുക്കൊരു പ്രശ്നവുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. നമ്മൾ ഇത്രയും കിടന്ന് കൂട്ടേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. ഇത് നോക്കിക്കേ, ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം ഈവൻ ആണല്ലേ? അപ്പോൾ ഈവൻ്റെ പവറായിട്ട് ഈവൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഈവൻ ആണ്. അപ്പോൾ 4ൻ്റെ ഈവൻ പവർ എത്രയാണ്? 6 ആണ്. നമുക്കൊരു പ്രശ്നവും നമുക്കില്ല. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈവൻ നമ്പറിൻ്റെ പവറായിട്ട് ഓട് വന്നേക്കാം. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ പവറായിട്ട് ഓട് വന്നാൽ ഈവൻ വന്നാൽ നമുക്ക് എന്തേ വരത്തുള്ളൂ? യൂണിറ്റ് ഡിജിറ്റിൽ നമുക്ക് എന്തേ വരത്തുള്ളൂ? ഈവനേ വരത്തുള്ളൂ അല്ലേ? അപ്പം 9ൻ്റെ ഈവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. സോ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? സെയിം ഇത്രയും ലെങ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ ഓഡ് നമ്പറാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഈവൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓഡ്, ഇവിടെ എന്താണ്? ഈവൻ, ഇവിടെ എന്താണ്? ഓഡ്. അപ്പം 4ൻ്റെ ഓഡ് പവർ എത്ര കിട്ടി? 4 എന്ന് നമുക്ക് 4ൻ്റെ ഓഡ് പവർ എന്ന് പറയുമ്പോൾ 4ൻ്റെ ഓഡ് പവർ എത്ര? 4 കിട്ടുന്നത്? 4. യെസ്, റൈറ്റ്. ക്ലിയർ? മനസ്സിലായോ? ടൈപ്പ് 3 ഇത്രയേ ഉള്ളൂ. ടൈപ്പ് 3 എന്താണ്? നമ്മൾ ഈ പറയുന്ന 4ൻ്റെയും 9ൻ്റെയും പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ ടൈപ്പ് 3 നമ്മൾ പഠിച്ചേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നമ്മൾ ഇത്രയും കടന്ന് വലിച്ചു ചെയ്യേണ്ട കാര്യമില്ല. പകരം നമുക്ക് ആ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലേ, ഓഡിൻ്റെ പവർ ഓടായാലും ഈവൻ ആയാലും എന്തേ വരത്തുള്ളൂ? ഓടേ വരത്തുള്ളൂ. ഈവൻ്റെ പവർ ഈവൻ ആയാലും ഓടായാലും എന്തേ വരത്തുള്ളൂ? ഈവനേ വരത്തുള്ളൂ. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം. ടൈപ്പ് 4. അപ്പോൾ ടൈപ്പ് 4 ക്വസ്റ്റൻ എന്ന് പറയുന്നത് 0യുടെയും 1ൻ്റെയും 5ൻ്റെയും 6ൻ്റെയും പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഓക്കെ, നോക്കിക്കേ, 0യുടെ കൂടെ എന്ത് വന്നാലും, ഓഡ് നമ്പർ വന്നാലും ഈവൻ നമ്പർ വന്നാലും എന്തേ വരത്തുള്ളൂ? 0 തന്നെ പവറായിട്ട് 0 തന്നെ എന്തിൽ വരത്തുള്ളൂ? യൂണിറ്റ് ഡിജിറ്റിൽ വരത്തുള്ളൂ. അതേ കൂട്ട് 1ൻ്റെ പവറായിട്ട് 1 വന്നാൽ 1, 1ൻ്റെ പവറായിട്ട് 2 വന്നാൽ എത്രയാണ്? 1. അപ്പോൾ 1ൻ്റെ പവറായിട്ട് ഏത് വന്നാലും, യൂണിറ്റ് ഡിജിറ്റ് ആയിക്കോട്ടെ, ഈവൻ നമ്പർ ആയിക്കോട്ടെ, ഓഡ് നമ്പർ ആയിക്കോട്ടെ, എന്ത് തന്നെ വന്നാലും നമുക്ക് പ്രശ്നമില്ല. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി 5 എന്ന് പറയുമ്പോൾ എന്താണ്? 5നും ഇതേ സെയിം പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ 5⁻1 5. 5 സ്ക്വയർ എത്രയാണ്? 25. അപ്പോഴും എന്ത് തന്നെയാണ് വരുന്നത്? 5ൻ്റെ പ്രത്യേകത എന്താണ്? 5നെ എന്ത് പവറിൽ എഴുതിയാലും അതിൻ്റെ ഒറ്റ അക്കം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. സിമിലർലി 6 എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 0യ്ക്ക് എന്ത് പവർ വന്നാലും 0 ആയിരിക്കും. 1ന് എന്ത് പവർ വന്നാലും 1 ആയിരിക്കും. 5ന് എന്ത് പവർ വന്നാലും 5 ആയിരിക്കും. 6ന് എന്ത് പവർ വന്നാലും 6 ആയിരിക്കും. ക്ലിയർ? മനസ്സിലായോ? സെറ്റാണോ? പക്കാ ഓക്കെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ തേർഡ് കോൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 0യും 1ഉം 5ഉം 6ഉം അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. വേഗം ചെയ്തേ. 225/66/33 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ അല്ലെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. വേഗം ചെയ്തേ. യൂണിറ്റ് ഡിജിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. യൂണിറ്റ് ഡിജിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്കറിയാം
5/66 എത്രയാണ്? 33 അല്ലേ? അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനെയൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാര്യം 5ൻ്റെ പവറായിട്ട് എന്ത് തന്നെ വന്നാലും യൂണിറ്റ് ഡിജിറ്റിൽ എന്തേ വരത്തുള്ളൂ? 5 വരത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 5 എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായോ? പക്കായിട്ട് മനസ്സിലാക്കുക. കൺസെപ്റ്റ് ആദ്യം പഠിക്കുക, ആ കൺസെപ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ എക്സാമിലൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അന്തം വിട്ടിരിക്കും. അന്തം വിട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്താണ്? വളരെ എളുപ്പമുള്ള ചോദ്യം ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം വേഗം ചെയ്തേ. എന്താണ്? 32,560 2760, 25,641 1843, 23,645 1895. ഇതിലേതാണ് ഈ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. വേഗം ചെയ്തേ. യൂണിറ്റ് ഡിജിറ്റ് എളുപ്പമല്ലേടേ? പറഞ്ഞേ. യൂണിറ്റ് ഡിജിറ്റ് എളുപ്പമല്ലേ? പാടൊന്നുമില്ലല്ലോ. ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? എത്ര കിട്ടും നോക്കാം. ഈ ചോദ്യത്തെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 0 raised to 2760 പ്ലസ് 1 raised to 1843 പ്ലസ് 5 raised to 1895. നമുക്കറിയാം 0യുടെ എന്ത് വന്നാലും 0 ആണ്, 1ൻ്റെ എന്ത് വന്നാലും 1 ആണ്, 5ൻ്റെ എന്ത് വന്നാലും 5 ആണ്. അപ്പോൾ 5 + 1 നമുക്ക് എത്ര കിട്ടും? 6 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫൈൻ, പക്ക, നോ ഡൗട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 3 വേഗം ചെയ്തേ. യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? വേഗം ചെയ്തേ. നോക്കി ചെയ്തൂടെ? ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നോക്കി ചെയ്യാം അല്ലേ? ഇതിനൊന്നും ഒരു സമയവും നമുക്ക് എന്തില്ല, ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. വേഗം ചെയ്യാം. നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്? ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന 5 ആണ്. അപ്പോൾ 5-നകത്ത് എന്ത് തന്നെ വന്നാലും, അതിന് എത്ര ലോങ് എക്സ്പ്രഷൻ ആയാലും അവിടെ നമുക്കൊരു പ്രശ്നവും ഇല്ല. എന്താണ്? 5 ആണോ യൂണിറ്റ് ഡിജിറ്റ് തന്നിരിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമെങ്കിൽ ആ എക്സ്പ്രഷനിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് തന്നെ വരുള്ളൂ? 5 തന്നെ വരുള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ, പക്ക. ഓക്കെ, അടുത്ത ചോദ്യം. ചോദ്യം നമ്പർ 4 വേഗം ചെയ്തേ. ഇത് വേഗം ചെയ്തേ. ഇതോടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് തീരും. ഈ ടൈപ്പിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. വേഗം ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഒരു സമയവും പോകത്തില്ല. കാര്യം ഇവിടെ ഒരു 0 ഉണ്ടല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് 0 ഉണ്ട്. 0 കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് തന്നെയാണ്? 0 തന്നെയാണല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താണ്? 0 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ടൈപ്പ് 4 എല്ലാവർക്കും സെറ്റാണോ? ടൈപ്പ് 4 എല്ലാവർക്കും സെറ്റാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടൈപ്പ് 4 എല്ലാവർക്കും സെറ്റല്ലേ? സെറ്റാണോ? സെറ്റാണോ? സെറ്റല്ലേ? സെറ്റാണോ? സെറ്റല്ലേ? സെറ്റാണെങ്കിൽ എന്ത് ചെയ്യുക? തംസ് അപ്പ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം. ടൈപ്പ് 5. ഓക്കെ, ടൈപ്പ് 5 എന്ന് പറയുന്നത് 2, 3, 7, 8ൻ്റെ പരിപാടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കി എന്തൊക്കെയാണ്? 1 നോക്കി, 2 നമ്മൾ നോക്കിയിട്ടില്ല, 3 നമ്മൾ നോക്കിയിട്ടില്ല, 4 നമ്മൾ നോക്കി, 5 നമ്മൾ നോക്കി, 6 നമ്മൾ നോക്കി, 7 നമ്മൾ നോക്കിയില്ല, 8 നമ്മൾ നോക്കിയില്ല, 9 നമ്മൾ നോക്കി. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഡിജിറ്റ്സ് അല്ലേ ഉള്ളൂ യൂണിറ്റിൽ വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഒരു 0യും. അതിൽ നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്? 2ഉം 3ഉം 7ഉം 8ഉം ആണ്. ഇനി ഇവരുടെ പ്രത്യേകതയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അടുത്തയായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കേ, 2 raised to 1 എത്ര കിട്ടും? 2. 2 സ്ക്വയർ എത്ര കിട്ടും? 4. 2 ക്യൂബ് 8. 2 raised to 4 എത്ര? 8 × 2 16. ഇനി 2 raised to 5 എത്ര കിട്ടും? എഗെയിൻ 2. നമ്മൾ നോക്കിയപ്പോൾ എന്താ? 4 കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യാണ്?
2⁻6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. 2⁻7 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. 2⁻8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. എങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ 4ന്റെ സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4ന്റെ സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 3ന്റെ കേസ് എടുത്ത് വെച്ചോ. 3⁻1 എത്രയാ? 3. 3² എത്രയാ? 9. 3³ എത്രയാ? 9 × 3 27. അപ്പോൾ 7 വരും. അടുത്ത 3⁻4 എത്രയാ? 7 × 3 ആണ് വരാൻ പോകുന്നത്. യൂണിറ്റ് ഡിജിറ്റിൽ 7 ആണ്. അപ്പോൾ 7 × 3 എത്ര കിട്ടും? 21 അല്ലേ? ദെൻ 3⁻5 എഗെയിൻ 3. നോക്കിക്കേ, 4 കഴിഞ്ഞപ്പോൾ എഗെയിൻ എന്ത് ചെയ്യാണ്? 3⁻6 എന്ന് പറയുന്നത് 9. 3⁻7 എന്ന് പറയുന്നത് × 3 ആകുമ്പോൾ 9 3 27. 3⁻8 എന്ന് പറയുമ്പോൾ 7 × 3 21 അല്ലേ? ഈ ഓരോ ഇതിൻ്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പോൾ 4ൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ യൂണിറ്റ് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. 7ന്റെ കേസായാലും അങ്ങനെ തന്നെയാണ്. 8ന്റെ കേസായാലും സെയിം അങ്ങനെ തന്നെയാണ്. അപ്പോൾ 2ലും 3ലും 7ലും 8ലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 4ന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഓക്കെ, 4 ആണ് ഇവിടുത്തെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്? 4 നമ്പേഴ്സിൽ അല്ലെങ്കിൽ 4 സീരീസ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2ഉം 3ഉം 7ഉം 8ഉം പവേഴ്സായിട്ട് വരുന്ന സംഖ്യ അല്ലെങ്കിൽ ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ എത്രയാണോ ആ പവറിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 2⁻31ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 31നെ നമ്മൾ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 4 24, 7 4 28 അല്ലേ? 28 അല്ലേ? അപ്പോൾ ബാക്കി ശിഷ്ടം എത്ര വരും? 3 വരും അല്ലേ? ഈ ശിഷ്ടം 3നെയാണ് പിന്നെ നമ്മൾ പരിഗണിക്കേണ്ടത്. എന്ത് ചെയ്യുക? ബേസ് 2 എഴുതുക. എന്താണോ ശിഷ്ടം വന്നത് അതിനെ പവറായിട്ട് എഴുതുക. അപ്പോൾ 2⁻3 എത്രയാണ്? 8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 2ൻ്റെയും 3ൻ്റെയും 7ൻ്റെയും സൈക്ലിസിറ്റി 4ലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ബേസിൻ്റെ പവറായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ആ നമ്പറിൻ്റെ റിമൈൻഡർ എത്രയാണോ വരുന്നത് അതെന്ത് ചെയ്യും? നമ്മൾ എഴുതും. ക്ലിയർ ആണോ? മനസ്സിലായി? പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എളുപ്പമാണ്. നോക്കിക്കേ, 7⁻105. 7⁻105 നമുക്കറിയാം 2 3 7 8 ഇത്രയും നമ്പേഴ്സിനാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, 7⁻105 ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ നമ്മൾ ചെയ്യും? നമ്മൾ നോക്കിയപ്പോൾ 7 ആണ്. ആ 7നെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങടേക്ക് എഴുതി അല്ലേ? അപ്പോൾ നമുക്കറിയാം 7 എന്ന് പറഞ്ഞാൽ സൈക്ലിസിറ്റി 4 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന പവറിനെ നമ്മൾ 4 കൊണ്ട് നമ്മൾ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 2 പ്രാവശ്യം 8, ബാക്കി 25 അല്ലേ? അപ്പോൾ 6 4 24. ബാക്കി റിമൈൻഡർ എത്ര വരും? ബാക്കി റിമൈൻഡർ 1 വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിൻ്റെ ബേസിൻ്റെ പവറായിട്ട് എന്ത് ചെയ്യണം? റിമൈൻഡറിനെ നമ്മൾ എഴുതണം. അപ്പോൾ 7⁻1 നമുക്ക് എത്ര കിട്ടും? 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? സിമ്പിൾ ആണോ? സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ ഈ 105നകത്ത് എത്ര പ്രാവശ്യം ഈ എത്ര സൈക്കിൾസ് വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, അതിൽ ഏത് സൈക്കിളിലാണ് വരുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്താലും മതിയാവും. ഓക്കെ, ക്ലിയർ, സെറ്റ്, മനസ്സിലായോ? പക്ക ഓക്കെ, മനസ്സിലായോടെ? ഈ ഒരു ടൈപ്പ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ എന്ത് തീരും? ഈ പറയുന്ന യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോടെ പറഞ്ഞേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഡൗട്ടുണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൈപ്പിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വേഗം ചെയ്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 287⁻562581 ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് വരുന്നത്? ഈ ഒരു എക്സ്പ്രഷൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. വേഗം ചെയ്തേ. ഈ ഒരു എക്സ്പ്രഷൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് വരുന്നത്? ഈ ഒരു എക്സ്പ്രഷൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ
ഈ ഒരു എക്സ്പ്രഷൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും എത്രയാണ് റിമൈൻഡർ വരുന്നത്. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ ഒരു വലിയ നമ്പറിനെ എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യം നമുക്കുണ്ടോ, ഇല്ല. കാര്യം നമ്മൾ ഡിവിസിബിലിറ്റിക്കകത്ത് നമ്മൾ പഠിച്ചായിരുന്നു 4ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അവസാനത്തെ 2 അക്കം എടുത്തിട്ട് ആ 2 അക്കത്തെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മുഴുവൻ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഡിവിഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഹരണം പോസിബിൾ ആണ്. ഇനി ഈ 2 സംഖ്യ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വേറെ എന്തെങ്കിലുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്തല്ല, ഡിവിഷൻ പോസിബിൾ. ദാറ്റ് മീൻസ് എന്താണ്, ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായിരിക്കും റിമൈൻഡർ വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 81 നമ്മൾ ഇങ്ങോട്ട് എടുത്തു അല്ലേ. 81 ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പോൾ അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 പ്രാവശ്യം 8 ബാക്കി 1, ശിഷ്ടം എത്രയാണ്, 1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സംഖ്യ എത്രയാണ്, 7 ആണ്. അപ്പോൾ 7⁻1 നമുക്ക് എത്ര കിട്ടും, 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ, ഈ തോട്ട് പോയായിരുന്നു നിങ്ങൾക്ക്. അപ്പം ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ 2 അക്കം എടുക്കുക, ആ 2 അക്കത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ സിസ്റ്റം വരുന്നത് അതായിരിക്കും ആ ഹോൾ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത്. റിമൈൻഡർ 0 വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്, പൂർണ്ണമായിട്ടുള്ള ഹരണം അവിടെ സാധ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ 3, വേഗം ചെയ്തേ, വേഗം ചെയ്തേ, വേഗം ചെയ്തേ, പക്ക ഓക്കെ, വേഗം ചെയ്തേ, വേഗം വേഗം ചെയ്യാം. ഓക്കെ, ഇതൊരു അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിളാണ്, ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ 2 ആണ് അല്ലേ. 2 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2⁻86 the whole raised to 55 അല്ലേ. അപ്പോൾ നമ്മൾ 2 വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 86നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 പ്രാവശ്യം 8, ദെൻ 6, 4 ഒരു പ്രാവശ്യം 4, ബാക്കി എത്ര ഉണ്ട്, സിസ്റ്റം 2 അല്ലേ. അപ്പോൾ സിസ്റ്റം 2 വന്നു കഴിഞ്ഞാൽ 2⁻2 എത്ര കിട്ടും നമുക്ക്, 4 എന്ന് കിട്ടും. അപ്പോൾ ഇനി എന്താ വരുന്നത്, 4⁻55 ആണ് അടുത്ത് വരുന്നത് അല്ലേ. അപ്പോൾ 4ൻ്റെ പവറായിട്ട് എന്താ വന്നേക്കുന്നത്, ഒരു ഓഡ് നമ്പറാണ് വന്നേക്കുന്നത്. അപ്പോൾ 4ൻ്റെ പവറായിട്ട് ഒരു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, 4 ആയിരിക്കും അല്ലേ. 4⁻1 4. അപ്പോൾ ഓപ്ഷൻ മാറിപ്പോയതാണ്, എന്താണ്, 4 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ. അപ്പോൾ ഇതോടുകൂടി എന്ത് തീർന്നു, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും, ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലോ, ഉണ്ടോ, ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് സിമ്പിൾ അല്ലേ, വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് 2-3 കോൺസെപ്റ്റുകൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ ആണോ, പറഞ്ഞാട്ടെ, ക്ലിയർ ആണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സംഗതി നമുക്ക് പഠിക്കാം, എന്താണ് ബോർഡ് മാസ് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബോർഡ് മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റൂളാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ്. എന്തിനുള്ളതാണ്? നമ്മൾ അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രയോറിറ്റിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് ഉള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പ്രഷൻസ് ഏത് പ്രയോറിറ്റിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള റൂളാണ് എന്തെന്ന് പറയുന്നത് സിംപ്ലി ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത്. അതിൽ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ബ്രാക്കറ്റ് ആണ് അല്ലേ. നമുക്കറിയാം ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ബ്രാക്കറ്റാണ് ബാർ, ഇത് ബ്രാക്കറ്റാണ്, ഇത് ബ്രാക്കറ്റാണ്, ഇത് ബ്രാക്കറ്റാണ്. ഇതാണ് ബി ഇൻഡിക്കേറ്റ്. ഇത്രയും സിമ്പിൾസിനെയാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ ബ്രാക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ആദ്യം കൊടുക്കേണ്ടത് ബാറിനാണ്. ദെൻ 2 ഇത്തരത്തിലുള്ള ബ്രാക്കറ്റ്, ദെൻ 3 ഇത്തരത്തിലുള്ള ബ്രാക്കറ്റ്, 4 ഇത്തരത്തിലുള്ള ബ്രാക്കറ്റ്. ഇതാണ് നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പറേഷൻ വരുമ്പോൾ ഉള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ബാറിനകത്തുള്ള ചെയ്യണം, പിന്നെ അതിനുശേഷം ഇതിനകത്തുള്ള ചെയ്യണം, പിന്നെ ഇതിനകത്ത് ചെയ്യണം, പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യണം. ഇനി രണ്ടാമത്തെയാണ് ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു എന്ന് തന്നെയാണ് അർത്ഥം. ഇൻറ്റു അല്ലെന്നുണ്ടെങ്കിൽ പവർ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ചിലപ്പോൾ നമുക്ക് 2 ഓഫ് 6 അല്ലെങ്കിൽ 2⁻6 ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പവറോ അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നീ പവർ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. മൾട്ടിപ്ലിക്കേഷനെക്കാട്ടിലും പ്രയോറിറ്റി ഉള്ള സംഗതിയാണ് ഓഫ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്? ഡിവിഷൻ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം അഡിഷൻ, അതിനുശേഷം എന്താണ്? സബ്സ്ട്രാക്ഷൻ. ഈ ഒരു പ്രയോറിറ്റിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. ആദ്യമേ ബ്രാക്കറ്റിനകത്ത് ആദ്യം ബാറ്, ദെൻ എന്താണ്? ഈ 2 സെമി സർക്കിൾസ് കൊണ്ടുള്ളത്, പിന്നെ എന്താണ്? ഇത്തരത്തിലുള്ള ബ്രാക്കറ്റ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ. ഇതാണ് ആ ഒരു പ്രയോറിറ്റി. അതിനുശേഷം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ പ്രയോറിറ്റി ഉള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താണ്? പവറാണ്. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, എ എന്ന് പറഞ്ഞാൽ അഡിഷൻ, ലാസ്റ്റ് പ്രയോറിറ്റി സബ്സ്ട്രാക്ഷൻ. അപ്പം ഏതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലും ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സബ്സ്ട്രാക്ഷൻ ആണ് ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഈ റൂൾ മനസ്സിലായോ? സിമ്പിളായിട്ട് ഈ റൂൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിനെ ബേസ് എന്തായാലും എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. പക്ഷേ അത് വളരെ എളുപ്പമായിരിക്കും. ഈ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്യില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് തെറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രയോറിറ്റി മാത്രം എന്ത് ചെയ്യുക? നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സെറ്റ്, പക്ക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോടേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാ വന്നു. വേഗം ചെയ്തേ, വേഗം ചെയ്തേ, വേഗം 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 ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വേഗം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വേഗം ചെയ്യാം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ എല്ലാം ഡിവിഷനാണ് അല്ലേ, കംപ്ലീറ്റ് ഡിവിഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കിക്കേ, 420 ഡിവൈഡഡ് ബൈ 70 അല്ലേ. ഇപ്പോൾ എ എന്ന് പറഞ്ഞ നമ്പറിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന നമ്പറിനെ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ. അപ്പോൾ ബീൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 1/b ആണ്. ഓക്കെ, ഇപ്പം c/d അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? d/c ആണ്. തിരിച്ചെഴുതുന്നതാണ്. ന്യൂമറേറ്ററിനെ ഉള്ളതിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുന്നതും ഡിനോമിനേറ്റർ ഉള്ളതിനെ കൊണ്ടതിനെ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബീൻ്റെ താഴെ എപ്പോഴും എന്തുണ്ട്? ഒരു 1 ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എയിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 420 ഇപ്പം 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1/70 ആണ്
അല്ലേ? 1/70 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 0 പോവും, ഇവിടെ 6 കിട്ടി അല്ലേ? അപ്പോൾ ബാക്കി നമുക്ക് എന്തായി? 6 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 5. ഇനി 6 ഡിവൈഡഡ് ബൈ 6 പറഞ്ഞാൽ എന്താ? 6 ഇൻറ്റു 1/6 ആണ് അല്ലേ? ബാക്കി എന്തുണ്ട്? ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 5. 6ഉം 6ഉം വെട്ടിപ്പോയി. ബാക്കി 1 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 5. 1 ഡിവൈഡഡ് ബൈ 1 എത്രയാ? 1 ആണ് അല്ലേ? 1 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 1 ഇൻറ്റു 1/5, അതായത് 1/5. 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2. സോ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ 0.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? പക്ക ഓക്കെ. സിമ്പിളാണ്, ഒന്നുമില്ല, നമുക്ക് ബേസിക് കാര്യമാണിത്. എന്തായാലും നമ്മുടെ സിലബസിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് അതിലൂടെ ഒന്ന് ഓടിച്ച് പോകണം. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും പരീക്ഷയ്ക്ക് തെറ്റുകയും ചെയ്യും. സിമ്പിൾ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരത്തിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് എത്താൻ പറ്റത്തുള്ളൂ. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 2. വേഗം ചെയ്തേ, വേഗം ചെയ്തേ, പടപടാ ചെയ്തേ. ഓക്കെ, അത്യാവശ്യം ലെങ്തി ആണല്ലേ? സിമ്പിളാണ് പരിപാടി, അത്യാവശ്യം ലെങ്തി ആണ്. വേഗം ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ പ്രയോറിറ്റി ആണല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 9 പ്ലസ് അത് കൂട്ടെഴുതി, ഈ 6 അത് കൂട്ടെഴുതി, 7 അത് കൂട്ടെഴുതി, ഓഫ് അത് കൂട്ടെഴുതി, 3 അത് കൂട്ടെഴുതി, പിന്നെന്താണ് ഇവിടെ 9 പ്ലസ് 2 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ ബ്രാക്കറ്റ്, പിന്നെ ഈ ബ്രാക്കറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ പാർട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഈ ബ്രാക്കറ്റ് ആണ് അല്ലേ? ആ ബ്രാക്കറ്റ് എത്രയാണ്? 9 പ്ലസ് 2 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 9 പ്ലസ് 2 മൈനസ് 6 ഇൻറ്റു 1/2. 2ൽ പോകുമ്പോൾ എത്ര കിട്ടും? -3 അല്ലേ? നമുക്കറിയാം അഡീഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. 11 മൈനസ് 3 നമുക്ക് എത്ര കിട്ടും? 8. അതായത് ഈ പോർഷൻ എത്ര ആയിട്ട് മാറി? 8 ആയിട്ട് മാറി അല്ലേ? ബാക്കി നമുക്ക് എത്ര ഉണ്ട്? 9 പ്ലസ് 6 പ്ലസ് 7 ഓഫ് 3 അല്ലേ? 7 ഓഫ് 3 പറഞ്ഞാൽ 7 ഇൻറ്റു 3 മൈനസ് എത്ര കിട്ടും നമുക്ക്? 8 അല്ലേ? -8. ഇപ്പോൾ ഇതായിട്ട് മാറി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 പ്ലസ് 6 പ്ലസ് 21 മൈനസ് 8. അപ്പോൾ ആദ്യം അഡീഷൻ ആണല്ലേ? 21 6 എത്രയാണ്? 27 അല്ലേ? അപ്പോൾ 9 പ്ലസ് 27 മൈനസ് 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 പ്ലസ് ഇവിടെ എത്ര കിട്ടും? 27ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 20, ബാക്കി 19. 19 പ്ലസ് 9 എത്ര കിട്ടും നമുക്ക്? 28. സോ നമ്മുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടും? ബി 28 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പക്ക ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോടെ? ഉണ്ടോ? ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. ബോർഡ് മാസ് നമുക്ക് ഇന്ന് തീരും. ഓക്കെ, കാര്യം സിമ്പിളാണ്. വേറെ ആ റൂള് പഠിപ്പിക്കുക എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡേ, ഹാങ് ആയി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ചോദ്യം നമ്പർ 3. വേഗം ചെയ്തേ. ചോദ്യം നമ്പർ 3 വേഗം ചെയ്യുക. 9 പ്ലസ് നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഈ ബ്രാക്കറ്റ് ആണല്ലേ? 21 പ്ലസ് 6 എത്രയാ?
27. പിന്നെ എത്ര വരും? -8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 + 27 - 8 എത്രയാണ്? 19 അല്ലേ? 9 + 19 എത്ര കിട്ടും നമുക്ക്? 28. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 28 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പക്ക ഓക്കെ. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 4. വേഗം ചെയ്തേ. ചോദ്യം നമ്പർ 4 വേഗം ചെയ്യാം. ചോദ്യം നമ്പർ 4 വേഗം ചെയ്യാം. ഓക്കെ, ഇതെന്താണ്? അത്യാവശ്യം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. ഇച്ചിരി ലിറ്റിൽ ബിറ്റ് എന്താണ് കാൽക്കുലേറ്റീവ് ആണ്. നമുക്ക് നോക്കാം. നോക്കിക്കേ, 1 ഡിവൈഡഡ് ബൈ 1 + 1 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൽ 1 പ്ലസ് എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 2, പിന്നെന്താണ് ഈ ബ്രാക്കറ്റ്. ഫസ്റ്റ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇതാണല്ലേ. 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ് അല്ലേ? അപ്പോൾ നമുക്കിത് എന്താവും? 1 + 1/2 ആവും. 1 + 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 1 2, 2 + 1 എത്ര കിട്ടും? 3/2. അതായത് ഈ ഹോൾ ബ്രാക്കറ്റിനകത്തുള്ളത് 3/2 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ഡിവൈഡഡ് ബൈ 1 + 1 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും നമുക്ക്? 3/2 എന്ന് നമുക്ക് കിട്ടും അല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ 1 + 1. ഈ ഡിവിഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 3/2ൻ്റെ റെസിപ്രോക്കൽ 2/3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 ഡിവൈഡഡ് ബൈ 1 + 2/3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 ഡിവൈഡഡ് ബൈ 3 × 1 3, 3 + 2 എത്ര കിട്ടും? 5/3 അല്ലേ? അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 5/3 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 1 × 3/5. അതായത് നമുക്ക് എത്ര കിട്ടും? 3/5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ഇതിനകത്ത് പഠിപ്പിക്കാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. കാര്യം ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് അറിയണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ചോദ്യം നമ്പർ 5, ലാസ്റ്റ് ചോദ്യം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ബോർഡ് മാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, പോവാം. വേഗം ചെയ്തേ. വേഗം ചെയ്യുക. 5ാമത്തെ ക്വസ്റ്റ്യൻ വേഗം ചെയ്യുക. പടപടാ ചെയ്യുക. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഇതാണല്ലേ. 22 - 2 20 കിട്ടും അല്ലേ? ഇനി 60 ഡിവൈഡഡ് ബൈ 20 നമുക്ക് എത്ര കിട്ടും? 3 അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയായി എത്രയാണ്? 37 + 40 - 15 × 1/2 ഓഫ് ആണ്. അപ്പോൾ ഓഫ് 20 മൈനസ് എത്ര കിട്ടും നമുക്ക്? 3 എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത പ്രയോറിറ്റി എന്താണ്? ഓഫിനാണ് പ്രയോറിറ്റി. അപ്പോൾ 37 + 40 - 15 × 1/2 × 20. അപ്പോൾ 2ൽ 20 ആകുമ്പോൾ 10 10 - 3 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 37 + 40 - 15 × 10 - 3. ഇനി ഏറ്റവും പ്രയോറിറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 37 + 40 - 150 - 3. ഇനി അഡിഷൻ ആണ് അല്ലേ? അപ്പോൾ ഇത് എത്ര കിട്ടും? 37 + 40 എത്ര കിട്ടും? 77. 77 - 150 - 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും?
77 മൈനസ് 153. 77 മൈനസ് 150 പറയുമ്പോൾ 153 നമ്മൾ എന്ത് ചെയ്യുന്നു, 77 നമ്മൾ കുറയ്ക്കുന്നു. 77 കുറയ്ക്കുമ്പോഴത്തേനും 7 3 10 3 13, ബാക്കി 6 അല്ലേ, ബാക്കി ഇവിടെ 4, 4 7 7 14. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, -76 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ, മനസ്സിലായോ, പക്ക ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ, എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ഓക്കെ ആണോ, ക്ലിയർ ആണോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ, എല്ലാ കാര്യങ്ങളും പക്ക ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് ബോർഡ് മാസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ബോർഡ് മാസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് നമുക്ക് ഇന്നത്തത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എനി ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു ഇപ്പോൾ അല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ്, ഫ്രാക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് നമുക്ക് ബാക്കിയുള്ളത്. ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനും ആ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ അങ്ങ് ഫിനിഷ് ആവും. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്.